ഹായ്. കൊക്കോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വെൻ ലൈഫ് ഗിവ്സ് യു ടാങ്കറിങ് എന്ന K-ഡ്രാമയുടെ ഫസ്റ്റ് എപ്പിസോഡാണ്. ഈ ഫസ്റ്റ് എപ്പിസോഡിൻ്റെ പേര് തന്നെ സ്പ്രിംഗ് ഇൻ എ ഹോട്ട് ബീറ്റ് എന്നാണ്. അതിൻ്റെ ആക്ച്വൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിൽ നമുക്ക് പുതിയൊരു ഹോപ്പും ചേഞ്ചും ഉണ്ടാകുന്നതാണ് അതിൻ്റെ അർത്ഥം. ആദ്യം തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമാണ് കാണിക്കുന്നത്. അവിടെ കുറേ മുത്തശ്ശിയും ഒരു മീശയുടെ ചുറ്റും കൂടിയിരുന്ന് ഓരോ ആക്ടിവിറ്റീസിൽ ഏർപ്പെടുകയാണ്. ചിലർ പടം വരയ്ക്കുന്നു, ചിലർ കവിത എഴുതുന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ നമ്മുടെ മെയിൻ മുത്തശ്ശിയെ കാണിക്കുകയാണ്. ആ മുത്തശ്ശി കഥ പറയാൻ തുടങ്ങുകയാണ്. അപ്പോൾ നെക്സ്റ്റ് സീൻ നമ്മൾ കാണിക്കുന്നത് ഒരു ഐലൻഡാണ്. ആ മുത്തശ്ശി പറയാണ്, എനിക്ക് 70 വയസ്സ് വരെ ജീവിച്ചിരിക്കാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നില്ല. 20 വയസ്സിൽ ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന വാക്കും എനിക്ക് ഏതാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കടലിനെ നോക്കി അമ്മയെന്ന് വിളിക്കുകയാണ്. അങ്ങനെ ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഈ മുത്തശ്ശിയുടെ ചെറുപ്പകാലം. ഈ മുത്തശ്ശിയുടെ പേരാണ് ഏസൻ. ഒരു ടീനേജർ ആയിരുന്ന സമയം അവൾ ഇതേ കടലിനെ നോക്കി അമ്മയെന്ന് കുറേ തവണ വിളിക്കുന്നത്. കാരണം അവളുടെ അമ്മ കടലിനടിയിൽ പോയി അവിടുന്ന് ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് കൊണ്ടുവന്ന് വിൽക്കുന്നതായിരുന്നു അവരുടെ ജോലി. എല്ലാവരും കരയ്ക്ക് എത്തിയിട്ടും തന്നെ അമ്മ മാത്രം കരയ്ക്ക് വന്നില്ലല്ലോ എന്ന് വിചാരിച്ചു ആ കുട്ടി കുറേ അലറി അവളുടെ അമ്മയെ വിളിച്ചു. സ്വന്തം മകളേക്കാൾ വലുതാണോ ആബലോൺസ് എന്ന് ആ കുട്ടി ചോദിക്കുന്നത്. ആബലോൺസ് എന്താണെന്ന് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അതൊരു തരം കടലിലെ ഒച്ചാണ്. അവിടെ കുറേ അധികം സ്ത്രീകൾ കൂടി ഇരിക്കുകയാണ്. അവരെല്ലാവരും ഈ ഇതേ ജോലി ചെയ്യുന്നവരാണ്. അങ്ങനെ അവർ കൂട്ടത്തിൽ സംസാരിക്കുമ്പോൾ അവരെപ്പോഴും പറയാറുണ്ട് ഏസിൻ്റെ അമ്മ ഒരു അത്യാഗ്രഹിയായിട്ടുള്ള സ്ത്രീയാണെന്ന്. അപ്പോൾ ഏസൻ കുറേ തവണ അമ്മയെ വിളിക്കുന്ന കണ്ടിട്ട് ഒരു സ്ത്രീ പറയാണ്, നീ നിന്റെ അമ്മയെ ഒന്ന് വെറുതെ വിട്, അല്ലെങ്കിൽ നീ ഗാൻസിക്കിൻ്റെ മുഖം ഒന്ന് നോക്കാൻ. ഈ കുട്ടി പയ്യനാണ് ഗാൻസിക്. അവൻ്റെ മുഖം ചൂട് കാരണം പൊള്ളിയതാണെന്നാണ് അവൻ പറയുന്നത്. പക്ഷെ എല്ലാവർക്കും അറിയാം അതൊന്നും അല്ല അതിൻ്റെ റീസൺ എന്ന്. അവൻ്റെ മുഖം എപ്പോഴും റെഡായിരിക്കുന്നതിന് കാരണം അവൻ എപ്പോഴും ഏസിൻ്റെ അടുത്തുള്ളപ്പോൾ അവൻ്റെ മുഖം എപ്പോഴും റെഡാവും. കാരണം അവന് ഏസിനെ ഇഷ്ടമാണ്. അപ്പോൾ ഇതൊക്കെ കേട്ട് ഏസിന് ദേഷ്യം വന്നിട്ട് അവൾ ഗാൻസിക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു, നിന്നെ ആരെങ്കിലും അടിച്ചോ? നിന്റെ കവളെന്താ എപ്പോഴും ചുമന്നിരിക്കുന്നത്? എന്നിട്ട് ഏസൻ തനിയെ മാറിയെന്ന് പറയാണ്, എൻ്റെ അമ്മ എനിക്ക് പകരം ആബലോണിനെ പ്രസവിച്ചാൽ മതിയായിരുന്നു. അവൾക്ക് ഭയങ്കര വിഷമമാണ്. അവളുടെ അമ്മ അവൾക്കാട് കൂടുതൽ സമയം ഈ കടലിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഗോൻസിക്ക് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ കടലിൽ പോയി എടുത്തുകൊണ്ട് വരുന്ന സാധനങ്ങൾക്ക് ഒക്കെ അവൻ എടുത്തിട്ട് അവൻ അതിനെല്ലാവരും നല്ല തുക കൊടുക്കുന്നതാണ് അവൻ്റെ ജോലി എന്ന് പറയുന്നത്. അങ്ങനെ ഏസിൻ്റെ അമ്മ ഹാനു കരയിൽ വന്നു. അപ്പോൾ അവിടുത്തെ ലേഡി അവരോട് പറയാണ്, നിന്നെ കൊല്ലുന്നത് കടലല്ല, നിന്റെ അത്യാഗ്രഹമാണെന്ന്. പിന്നെ അവരെല്ലാവരും കൂടെ കൂടിയെന്ന് പറയാണ്, ഹാലിമിലെ മുത്തശ്ശി ഇപ്പോൾ കഷ്ടപ്പെടുകയാണെന്ന് ജീവിക്കാൻ. അവർക്ക് കാല് വയ്യാത്തതുകൊണ്ട് അവർക്ക് ഒരു പണിയും ചെയ്യാൻ പറ്റില്ല. അവരെയും അവരുടെ 3 ആൺമക്കളെയും നോക്കേണ്ടത് ഈ സ്ത്രീകളുടെ ചുമതലയാണ്. കാരണം ഹാലിമിലെ മുത്തശ്ശിയാണ് ഈ ജോലി ചെയ്യാനൊക്കെ പഠിപ്പിച്ചത്. ഹാനിയുടെ പാത്രത്തിലെ ആബലോൺസ് കുറച്ച് ഒരു സ്ത്രീ എടുത്ത് മാറ്റി വെച്ചപ്പോൾ അത് ഹാനിയ കണ്ടിട്ട് അവരോട് ഷൗട്ട് ചെയ്തു, നീ എന്തിനാ ഇതൊക്കെ ചെയ്യുന്നത്? എനിക്ക് ആ വയസ്സായ സ്ത്രീക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടിയും പണിയെടുക്കാൻ വയ്യ. ഞാൻ എൻ്റെ ലൈഫ് റിസ്കിലാക്കി ചാടുന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു സ്ത്രീ പറയാണ്, നീയും കിടപ്പിലായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് തന്നെയാണ് ചെയ്യുന്നത്. നിന്റെ പുതിയ ഭർത്താവ് നിന്നെ സാറ്റിസ്ഫൈ ചെയ്യുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ നീ കൂടുതൽ അത്യാഗ്രഹിയായി മാത്രമാണ് മാറിയത്. ഹാലിമിലെ മുത്തശ്ശി നമുക്ക് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ നിനക്ക് അറിയല്ലേ? നീ എന്താ അതൊന്നും റെസ്പെക്ട് ചെയ്യാത്തത്? ഞങ്ങൾ ആരും വന്ന വഴി മറന്നിട്ടില്ല. അപ്പോൾ ഹാനിയ പറയാണ്, നീ എന്നേക്കാൾ ബെറ്റർ ഒന്നുമല്ല. നിന്റെ ഹസ്ബൻഡിന്റെ ഫേസ് എന്താ കോടിപ്പോയത്? ആ സ്ത്രീ പറഞ്ഞു, അത് തണുപ്പ് കാരണമാണെന്ന്. ഹാനി പറഞ്ഞു, അത് തണുപ്പ് കാരണമാണെന്നൊന്നും നീ പറയണ്ട. സത്യം എന്താന്ന് വെച്ചാൽ അദ്ദേഹം കഴിക്കുന്നത് കുറവാണ്, അതല്ലേ സത്യം എന്ന് അവൾ ചോദിച്ചു. ആ ലേഡി പറഞ്ഞു, അറ്റ്ലീസ്റ്റ് എനിക്ക് 2 ആണുങ്ങളിൽ നിന്ന് കുട്ടികളില്ല. ഹാനിയോ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് എപ്പോഴും ഇങ്ങനെ ഒരു അടി ഉണ്ടാക്കാം, അത് അവളുടെ ശീലമാണ്. ദേഷ്യം കാരണം ഹാനിയ ആ സ്ത്രീയുടെ ബാഗ് തട്ടിയിട്ടു. അതിനുശേഷം കാണിക്കുന്നത് അവരുടെ വീട്ടിലാണ്. ഏസൻ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് സ്കൂളിൽ പോയം എഴുതിയതിന് 2nd റാങ്ക് കിട്ടി. പക്ഷെ ഹാനിയ അതൊന്നും മൈൻഡ് ആക്കുന്ന കൂടിയില്ല. അവൾ പറയാണ്, പോയം എഴുതിയാൽ എന്താ ഗുണം? അത് വീട്ടിൽ ആബലോണിന് കൊണ്ടുതരുമോ? അപ്പൊ ഏസൻ പറഞ്ഞു, അതൊന്ന് വായിച്ചാലെന്താ, 2nd കിട്ടിയതല്ലേ. പക്ഷെ ഹാനിയ വായിക്കാൻ കൂട്ടാക്കിയില്ല. നീ നിന്റെ മുത്തശ്ശിയെ കൊണ്ട് കാണിക്കും. ഓ ഫാമിലിക്ക് ഇത് വളരെ ഇഷ്ടമാണ്. ഓ ഫാമിലി ഈ കുട്ടിയുടെ അച്ഛൻ്റെ ഫാമിലിയാണ് കേട്ടോ. ഇവളുടെ അച്ഛനൊരു പോയിട്ടാണ്. അതിൻ്റെ ഒരു ഗുണങ്ങളാണ് ഇപ്പോൾ അവൾ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഏസൻ പറയാണ്, ഗ്രാൻമയ്ക്ക് എന്നെ ഇഷ്ടമല്ല. എന്നെ കാണുമ്പോൾ നിങ്ങളെ ഓർമ്മ വരുന്നത് പറഞ്ഞാൽ അവർക്ക് എന്നെ ഇഷ്ടമല്ല. അപ്പോൾ ഹാനിയ പറഞ്ഞു, നീ ഇന്ന് ഡിന്നർ അവിടെ പോയി കഴിച്ചാൽ മതി. ഞാൻ അവിടെ നിന്ന് കഴിക്കില്ല. അവരെനിക്ക് ഫുഡ് പോലും മര്യാദയ്ക്ക് തരില്ല. എനിക്ക് യെല്ലോ ക്രോക്കർ പോലും തരില്ല അങ്കിൾ എന്ന് ഏസൻ അവളോട് പറഞ്ഞു. ഹാനിയ അത് കേട്ട് ഞെട്ടി. അതെന്താ, നീ എന്തെങ്കിലും തെറ്റ് ചെയ്തോ?
അങ്കിളിന്റെ മകൻ എപ്പോഴും ആവറേജ് ചെയ്യുന്നത് ഏസിന് നല്ല മാർക്ക് കിട്ടുന്നത് കൊണ്ടാണെന്നാണ് അങ്കിൾ പറയുന്നത്. ഏസിൻ ചോദിക്കുകയാണ് ഹാനിയോടിനോട്, അമ്മേ എനിക്ക് നിങ്ങളുടെ കൂടെ താമസിക്കാൻ പറ്റില്ലേ, ഒരു ദിവസമെങ്കിലും? എനിക്ക് ഒരിക്കലും പറ്റില്ല എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഹാന്യ അവളോട് പറയാണ്, നിനക്കെന്താ അവിടെ അങ്ങനെ എന്തെങ്കിലും ചെയ്തോ? നീ നിന്നെ സംരക്ഷിക്കാൻ നോക്കും, അവരെ കൊണ്ട് നിന്നെ സ്നേഹിപ്പിക്കും. അപ്പോൾ സ്റ്റെപ്പ് ഡാഡ് വന്നു. അയാൾ ചോദിച്ചു, നീ ഇന്ന് ഡിന്നറിന് നിൽക്കുന്നു? ഇല്ല, ഞാൻ പോവാണ് വീട്ടിലേക്ക് എന്ന് ഏസിൻ പറഞ്ഞുകൊണ്ട് നടന്നുപോയി. ഏസിൻ ചെടിക്ക് മാത്രമല്ലായിരുന്നു വെള്ളം ഒഴിച്ചത്, അതിന് അടിയിൽ അവൾ അമ്മയുടെ സിഗരറ്റ് വെച്ചിരുന്നു. ആ സിഗരറ്റ് നശിപ്പിക്കാനാണ് അതിൽ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നത്. അത് അവസാനം ഹാനിയോ കണ്ടുപിടിച്ചു. ഏസിന് ഇഷ്ടമല്ലായിരുന്നു ഹാനിയോ സിഗരറ്റ് വലിക്കുന്നത്. അവളെ അത് കൊല്ലു കളയുമെന്ന് പറയാമായിരുന്നു എപ്പോഴും. അതിനുശേഷം സ്റ്റെപ്പ് ഫാദറിന്റെയും ഹാനിയുടെയും കോൺവെർസേഷനാണ്. സ്റ്റെപ്പ് ഫാദർ ചോദിക്കുകയാണ്, നീ എന്താ അവളെ നിർത്താത്തത്? അവളെ ഇവിടെ നിൽക്കുന്നതല്ലേ നല്ലതോ? ഹാനിയ പറഞ്ഞ, നിങ്ങൾ ഈ ഫാമിലിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല, പിന്നെ നീ എന്തിനാ അവളുടെ കാര്യം നോക്കുന്നത്? അവളെ വളർത്താനുള്ള പൈസയും സ്ഥലവും ഒന്നും നമുക്കില്ല. ഈ കുടിൽ പോലും ഇപ്പോൾ വാടകയ്ക്കാണുള്ളത്. നീ അവളെ പശുവിനെ പോലല്ലേ കാണുന്നത്? എന്താ നിന്റെ കുട്ടികളെ നോക്കിപ്പിക്കാനാണോ അവളെ ഇവിടെ നിർത്തേണ്ടത്? അപ്പൊ സിദ്ധാർത്ഥ് പറഞ്ഞു, ആൾക്ക് നിന്റെ കൂടെ ജീവിക്കണം എന്നാണ്, പക്ഷെ നീ അതിനെ ഓപ്പോസിറ്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഹാനിയ പറഞ്ഞു, ഓ ഫാമിലിക്ക് പണമുണ്ട്, അവരവൾക്ക് വിദ്യാഭ്യാസം കൊടുക്കും. എന്തിനാണ് വിദ്യാഭ്യാസം? സിദ്ധാർത്ഥ് ചോദിച്ചു. ഹാനിയ പറഞ്ഞു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? നിന്റെ മക്കളെ കുറിച്ചായിരുന്നെങ്കിൽ നീ ഇങ്ങനെ പറയുമോ? ഈ ജീവിതം ആണോ അവൾക്ക് വേണമെന്ന് നീ ആഗ്രഹിക്കുന്നത്? അവളൊരു പാവമാണ്. ഇവിടെ നിന്നു കഴിഞ്ഞാൽ അവൾ നിന്റെ അടിമയായി മാറും. അങ്ങനെ രണ്ടാനച്ഛൻ ഏസിന്റെ കഥ വായിച്ചു. എന്നിട്ട് നീ ഇത് വായിക്കേണ്ടെന്ന് ഹാനിയോട് പറഞ്ഞു. ഹാനി പറഞ്ഞു, നീ അത് ചുരുക്കാതെ. അതിന് 2ാം സ്ഥാനം കിട്ടിയത്. അടുത്ത സീൻ കാണിക്കുന്നത് ഓ ഫാമിലിയുടെ വീടാണ് കേട്ടോ. അടുത്ത മുത്തശ്ശി അങ്കിളുടെ മോനെ പഠിപ്പിക്കുകയാണ്. ആനിയും അവളുടെ മകളും ഫുഡ് കഴിക്കാണ്. ഗാൻസിക്കാണെങ്കിൽ യെല്ലോ ക്രോക്കർ അങ്കിളിന് വിൽക്കുവാണ്. ഏസനാണെങ്കിൽ പാത്രം കഴിയുകയും ചെയ്യും അവിടുത്തെ. അപ്പോൾ ഹാനിയോ കടന്നു വന്നു. 2 കയ്യിലും കുറേ അധികം യെല്ലോ ക്രോക്കർ ഉണ്ട്. എന്നിട്ട് അവൾ ചോദിച്ചു, എന്താ ഇവിടെ പൈസയ്ക്ക് കുറവുണ്ടോ? നീ എന്താ എൻ്റെ കൊച്ചുമോളെ ഫുഡ് കൊടുക്കാത്തത്? അവൾ ഈ ഫാമിലിയിലുള്ളതല്ലേ? അപ്പോൾ അങ്കിൾ പറഞ്ഞു, ഓ നിന്റെ ഭർത്താവ് മരിച്ചതിന്റെ കാരണം ഇപ്പോഴാണ് മനസ്സിലായത്. ഹാനിയോ ഉറക്കെ ഷൗട്ട് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഓ നിങ്ങൾ എൻ്റെ ഭർത്താവിൻ്റെ കാര്യം ആലോചിക്കേ വേണ്ട. നിങ്ങളുടെ ഇവിടുത്തെ അവളുടെ ജീവിതം മതിയാക്കി ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവർ നടക്കാൻ തുടങ്ങി. ഏസിന് അവളുടെ അമ്മയോട് ചോദിച്ചു, അവരെനിക്ക് ഫുഡ് തരാത്തതിന് ഞാനിപ്പം സന്തോഷിക്കുന്നു. കാര്യം എനിക്ക് നിങ്ങളോട് കൂടെ താമസിക്കാൻ പറ്റിയല്ലോ. നിനക്ക് എന്നെ അത്ര ഇഷ്ടമാണോ? എന്തുകൊണ്ടാണ് നിനക്ക് എന്നെ അത്രയ്ക്ക് ഇഷ്ടം എന്നുള്ള അമ്മ ചോദിച്ചു. ഏസിൻ പറഞ്ഞു, കാരണം ഞാൻ എൻ്റെ അമ്മയാണ്. ഹാനിയ പറഞ്ഞു, നീ പെട്ടെന്ന് വളരും, എന്നിട്ട് എനിക്ക് എന്നും 100 വോൺ തരണം. മോൻ അവിടുത്തെ കൊറിയൻ കറൻസിയാണ്. അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് അവളുടെ അമ്മ പോയം റീഡ് ചെയ്യുന്നതാണ്. അത് ആബലോൺസിനെ പറ്റിയൊരു കവിതയായിരുന്നു. തൻ്റെ അമ്മ കടലിൽ കിടന്ന് കഷ്ടപ്പെടുന്നതും അമ്മയുടെ ചുമയും അമ്മയ്ക്ക് വയ്യ എന്നുള്ളതും അമ്മയുടെ ജീവിതം എത്ര കഠിനമാണെന്നും എല്ലാം അവൾ ആ കവിതയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നിട്ട് അവൾക്ക് അവളുടെ അമ്മയുടെ ഭാരം ചുമക്കണമെന്നും എന്നും അവൾ അധ്വാനിച്ച് ഒരു 100 വോൺ കൊണ്ട് അമ്മയുടെ കയ്യിൽ കൊടുത്താൽ അമ്മ ഈ കടലിലെ ജോലി ഉപേക്ഷിക്കുമെന്നോ അവൾ ആ കവിതയിൽ പറഞ്ഞിരിക്കുന്നു. ഈ കവിത വായിച്ച് ആനിയോ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്നിട്ട് സ്റ്റെപ്ഡാഡിനോട് ചോദിച്ചു, നിങ്ങൾക്കുണ്ടോ ഇങ്ങനൊരു മകൾ? ഞാൻ എന്തിലൊക്കെയാ അവളെ കിട്ടാൻ? എന്നെ തിരിച്ച് കഥയിലേക്ക് പോവാം. എനിക്ക് എന്ന് 100 വോൺ താ, അപ്പൊ ഞാൻ നീന്താൻ പോവില്ല. എനിക്ക് അന്നേരം എൻ്റെ മകളുമായി ഒരു ദിവസം മുഴുവനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമല്ലോ. നിന്റെ കവിതയ്ക്ക് 2ാം സ്ഥാനം അല്ല ശരിക്കും കിട്ടേണ്ടത്, അത് 1ാം സ്ഥാനത്താണ് വരേണ്ടത്. അവർ വീട്ടിലേക്ക് പോവാണ്. എന്നിട്ട് 3 കുട്ടികളെ ഉറക്കിയ ശേഷം ഹാനിയ പറയാണ്, ഏസൻ വലിയൊരു ഭാരവും തലവേദനയും ആണെന്ന്. എന്നിട്ട് ഹാനിയ അവളുടെ കുട്ടിക്കാലത്തെ കുറിച്ച് പറയുന്നു. തന്റെ പേരൻസ് എപ്പോഴും കടങ്ങളിലായിരുന്നു. തന്റെ ആദ്യത്തെ ഭർത്താവ് കിടപ്പിലായിരുന്നു, 2ാമത്തെ ഭർത്താവ് മരിച്ചുപോയെന്നും ഇത് തന്റെ വിധിയാണെന്ന് കരുതി അവൾ സമാധാനിച്ചിരിക്കുമ്പോഴാണ് എല്ലാ ഉത്തരവാദിത്വവും തന്റെ ചുമലിലായെന്നുള്ള അറിഞ്ഞത്. പക്ഷെ എല്ലാവരെയും പോലെ ആയിരുന്നില്ല ഏസൻ. തന്റെ ഭാരങ്ങളും കുറച്ചെങ്കിലും അവളും കൂടെ ഏറ്റെടുക്കാൻ അവൾ തയ്യാറായിരുന്നു. അപ്പോൾ സ്റ്റെപ്ഡാഡ് പറയാണ്, ഇനി അവൾ ലൈഫ് ലോങ് നന്നായി നോക്കും. ഹാനിയ പറയാണ്, എനിക്ക് അവളെ നല്ലൊരു വിദ്യാഭ്യാസമുള്ള ഒരു നല്ലൊരു മനസ്സിനുടമയായിട്ടാണ് കാണേണ്ടത്. അവൾ എപ്പോഴും ഉയരങ്ങളിലെത്തണം. ഇനി നമ്മൾ നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് ഹാനിയോയും ഏസനും ഗാൻസിക്കും എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്.
എന്തെന്നാൽ അവരുടെ ക്ലാസ്സിലെ പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും തിരഞ്ഞെടുത്തു. ഏസനാണ് 37 വോട്ട് കിട്ടിയത്. ഓപ്പോസിറ്റ് നിന്ന കുട്ടി ലീ മാൻകി എന്ന പേരുള്ളതാണ്. അവൾക്ക് വെറും 28 വോട്ടാണ് കിട്ടിയത്. പക്ഷെ അവളാണ് ക്ലാസ്സിലെ പ്രസിഡന്റ് ആയത്. അപ്പോൾ ഗാന്ധി ചോദിച്ചു, ഇതെങ്ങനെ ശരിയാവും? പ്രസിഡന്റ് ആകേണ്ടത് ഏസനല്ലേ? ഏസൻ പൊട്ടി പൊട്ടി കരയാൻ തുടങ്ങി. നെക്സ്റ്റ് സീൻ നമ്മളെ കാണിക്കുന്നത് ക്ലാസ് റൂമാണ്. ഏസൻ ക്ലാസ് ടീച്ചറിനോട് ഓരോന്ന് ചോദിക്കാണ്. ഞാനല്ലേ ശരിക്കും പ്രസിഡന്റ് ആവേണ്ടത്? എനിക്ക് 37 വോട്ടാണ് കിട്ടിയത്. എന്നിട്ട് എനിക്കെന്താ പ്രസിഡന്റ് ആവാൻ പറ്റാഞ്ഞത്? അപ്പൊ ക്ലാസ് ടീച്ചർ പറയാണ്, മാൻകിയുടെ അച്ഛൻ അവർക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തന്നു. അപ്പോൾ ഏസൻ പറയാണ്, പക്ഷെ എനിക്കല്ലേ കൂടുതൽ വോട്ട് കിട്ടിയത്, ഞാനല്ലേ പ്രസിഡന്റ് ആവേണ്ടത്. പിന്നെ കാണിക്കുന്നത് ഇതെല്ലാം ഏസൻ തന്റെ അമ്മയോട് പറയുന്നതാണ്. തനിക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനമാണ് കിട്ടിയതെന്ന് അവളുടെ അമ്മയത്ത് പറഞ്ഞു. വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. അമ്മ ഇതെല്ലാം കേട്ടിട്ട് പറഞ്ഞു, എപ്പോഴും വൈസ് പ്രസിഡന്റ് ആവുന്നതാണ് നല്ലത്. പക്ഷെ ഇതൊക്കെ പറഞ്ഞിട്ട് ഏസന്റെ കരച്ചിന് കണ്ടിട്ട് അമ്മ സ്കൂളിലേക്ക് പോയി ക്ലാസ് ടീച്ചറിനെ കണ്ട് എന്നിട്ട് കുറച്ച് പ്രൈസ് കേക്കും പൈസയൊക്കെ കൊടുത്തു ഏസനെ പ്രസിഡന്റ് ആക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കാണിക്കുന്നത് അവരുടെ വീട്ടിലാണ്. സബ്ബാനും ഹാനും കോൺവെർസേഷനാണ് അടുത്തത്. അപ്പോൾ ഹാന് തൻ്റെ മകൾ വലിയ ഒരാളാവുമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നതാണ് അവിടെ പറയുന്നത്. എന്നിട്ട് അവളാണെങ്കിൽ സിഗരറ്റ്സ് എല്ലാം കത്തിച്ചു കളയുന്നു. പിന്നെ കാണിക്കുന്നത് ഷാമിനെയാണ്. അത് ആരാണെന്ന് വെച്ചാൽ ഈ കൊറിയൻ ട്രഡീഷനിൽ കുറച്ച് റിച്വൽസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സ്ത്രീകൾ വേണം. ആ സ്ത്രീകളെയാണ് ഷാമൻ എന്ന് പറയുന്നത്. അവർ ഹാനു കടലിൽ പോകുന്നതിന് മുമ്പ് അവർക്ക് ബ്ലെസ്സിങ് ഒക്കെ കൊടുക്കാനാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. കുറച്ച് അപകടം പിടിച്ച് പണിയായതുകൊണ്ടാണ് അവരിപ്പോൾ വീട്ടിലേക്ക് വന്ന് ഹാനിയനെ കാണുന്നത്. ഹാന കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം നിന്ന് ഇനി ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും പേടിയുണ്ട്, പ്രത്യേകിച്ച് ഏസുണ്ട്. ഏസു ഇതെല്ലാം കണ്ടിട്ട് തൻ്റെ അമ്മയുടെ ലൈവ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള ഡ്രസ്സ് എടുത്ത് കത്തിച്ചിറങ്ങും. അപ്പോൾ അവിടെയുള്ള സ്ത്രീകൾ പറയണം, ഓ ഇനി അവൾ എങ്ങനെ ലൈവ് ചെയ്യും, ഇതിട്ടോണ്ടല്ല അവൾക്ക് ലൈവ് ചെയ്യാൻ പോകേണ്ടത്. എന്നിട്ട് ഏസൻ കടലിലേക്ക് പോയി. അവിടെ ഒരു പാറക്കല്ല് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് കരയാൻ തുടങ്ങി. കടലിനോട് പറഞ്ഞു, എന്തിനാ എൻ്റെ അമ്മ ഇപ്പോഴും കഷ്ടപ്പെടുത്തുന്നേ, നിനക്ക് അവളെ ഒന്ന് വെറുതെ വിട്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഗാൻസിക്ക് വന്നു. അവൻ അവൾക്ക് നേരെ ചിക്കൻ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് കഴിക്കും, നീ കരയുമ്പോൾ നിനക്ക് വിശപ്പ് വരും. അങ്ങനെ അവരുണ്ടാക്കി ചിക്കൻ കഴിക്കാന്ന് വെച്ചു. അടുത്ത സീൻ കാണിക്കുന്നത് ഓഫാമിയുടെ വീടാണ്. ഹാനിയ എത്തിയിട്ട് അവിടുത്തെ മുത്തശ്ശിയോട് കുറച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഹാനിയയുടെ വീട്ടിൽ തന്നെയാണ് കാണിക്കുന്നത്. ഏസനും ഹാനിയും രാത്രി ഭക്ഷണം കഴിക്കണം. അവർ ആബലോണാണ് കഴിക്കുന്നത്. എന്നിട്ട് ഹാനിയ പറഞ്ഞു, ഞാൻ മരിച്ചാൽ നീ ഇവിടെ നിൽക്കരുത്, നിങ്ങളുടെ വേലക്കാരിയായിട്ട് നീ ഇനി ഒരിക്കൽ മാറരുത്. നീ നിന്റെ അങ്കിളിൻ്റെ അടുത്തേക്ക് പോകും. എന്നിട്ട് അയാൾക്ക് ഏത് പറയും, നിന്നെ കൂടെ വളർത്താം. ഇത് കേട്ടിട്ട് ഏസൻ പറഞ്ഞു, അങ്ങനെ പറയരുത്, നിങ്ങൾ ഒരിക്കലും മരിക്കില്ല, എനിക്കറിയാം, ഇനി ഇങ്ങനെ ഒന്നും പറയരുത് എന്ന് പറഞ്ഞ് അവൾ ഹാനിയനെ കെട്ടിപ്പിടിച്ചു. അപ്പോൾ ഹാനിയ പറഞ്ഞു, നിനക്ക് ഒരിക്കലും ഇതൊന്നും മനസ്സിലാവില്ല. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഹാനിയോ മരിച്ചതാണ്. ഹാനിയയ്ക്ക് 29 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏസൻ പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കെ ഗാഞ്ച കയറി വന്നു. എന്നിട്ട് അവൾക്ക് ഫുഡ് കൊടുത്തു. എന്നിട്ട് ഏസൻ പറയാണ്, എൻ്റെ അമ്മ മരിച്ചു, പക്ഷെ എനിക്കിപ്പോഴും അവൾ മിസ് ചെയ്യുന്നു, എനിക്ക് എപ്പോഴും മിസ് ചെയ്യും എന്ന് പറഞ്ഞ അവൾ കണ്ടോണ്ടേയിരുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് കരയാണ്. പിന്നെ കാണിക്കുന്നത് സ്റ്റെപ്പ് ഡാഡിനെയും ഏസനെയും ഒക്കെയാണ്. അവരൊരു പാടത്താണുള്ളത്. ആ പാടം വെറുതെ കിടക്കുന്നത് കണ്ടിട്ട് ഏസൻ സ്റ്റെപ്പ് ഡാഡിനോട് ചോദിച്ചു, എന്തിനാ ഇത് വെറുതെ ഇട്ടേക്കുന്നത് എന്ന്. അതിനുശേഷം കാണിക്കുന്നത് ഏസനും ഗാൻസയ്ക്കും കൂടെ ആ പാടം ഉഴുന്ന് മറിച്ച് അവിടെ കൃഷി തുടങ്ങുന്നതാണ്. അവർ ക്യാബേജ് കൃഷിയാണ് തുടങ്ങുന്നത്. സ്റ്റെപ്പ് ഡാഡ് അവളെ ഓരോന്ന് പറഞ്ഞ് കൂടെ നിർത്തിക്കൊണ്ടേയിരുന്നു. അവളുടെ അനിയന്റെയും അനിയത്തിയുടെയും കാര്യം പറഞ്ഞു അയാൾ അവളെ വീട്ടിൽ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നു. അവസാനം കുറെ നാൾക്ക് ശേഷം അവൾ എവിടുന്ന് അങ്കിളിന്റെ വീട്ടിലേക്ക് മാറാൻ പോയി. അപ്പോൾ അവളുടെ സ്റ്റെപ്പ് ഡാഡ് അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് പഠിക്കുകയല്ലേ വേണ്ടത്, ശരി നിന്നെ ഇനി കോളേജിൽ വിടാം, നിന്നെ പഠിപ്പിക്കാമെന്ന്. അങ്ങനെ പറഞ്ഞ അയാൾ പ്രോമിസ് ചെയ്തു. അടുത്ത് കാണിക്കുന്നത് ടൗൺ ആണേ. ഗാഞ്ചിക്കും ഏസനും കച്ചവടം ചെയ്യാണ്. ഏസൻ ക്യാബേജ് കച്ചവടം, ഫാൻസിക്ക് മീനിന്റെ കച്ചവടമാണ് ചെയ്യുന്നത്. പക്ഷെ ഇത് മൊത്തം വിറ്റ് പോകുന്നത് ഗാൻസിക്ക് മാത്രം കാരണമാണ്.
ഏസൻ അവിടെ വെറുതെ ഇരിക്കുകയാണ്. അവിടെ എപ്പോഴും വായിച്ചുകൊണ്ടേയിരിക്കും. ഗാൻസിക്കാണ് മീനും ക്യാബേജും വിൽക്കുന്നത്. അങ്ങനെ ഗാൻസി ഏറ്റവും കൂടുതൽ വിറ്റുകൊണ്ടിരുന്നത് ക്യാബേജാണ്. ഏസന് വേണ്ടി അവൻ അത്രയേറെ കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ വർഷങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് കാണിക്കുന്നത്. ഇപ്പോൾ അവർ രണ്ടുപേരും ഇതന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഗാൻസിന്റെ മുത്തശ്ശിക്ക് ഏസനെ ഇഷ്ടമല്ല. കാര്യം ഏസന്റെ അമ്മ പ്രേതമായ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്നാണ് അവർ പറയുന്നത്. അങ്ങനെ ഗ്രാമ വന്നപ്പോഴത്തേക്ക് ഏസൻ അവിടെ നിന്ന് ഓടാൻ തുടങ്ങി. പക്ഷെ ഇടയ്ക്ക് വെച്ച് അമ്മയുടെ കാര്യം പറയാനായിട്ട് ഏസൻ മിണ്ടാതിരുന്നില്ല. ഏസൻ എന്തോ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഓടാൻ തുടങ്ങി. ഗ്രാൻമ അവളോട് ദേഷ്യച്ചുകൊണ്ടും പുറകെ ഓടാൻ തുടങ്ങിയപ്പോൾ ഗാൻസി അവളെ തടഞ്ഞു നിർത്തി. എന്നിട്ട് അടുത്ത കാണിക്കുന്നത് ഏസനും ഗാൻസിനും ഓടുന്നതാണ്. ഏസൻ എത്ര പറഞ്ഞാലും, എത്ര പോകാൻ പറഞ്ഞാലും, എത്ര വേണ്ടാന്ന് പറഞ്ഞാലും ഗാൻസിക്ക് അവളെ വിടുകയില്ല. ഗാൻസിക്ക് എപ്പോഴും അവളെ കൂടെ ഉണ്ടായിരിക്കും, ഒരു തുണയായിട്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് ഫസ്റ്റ് എപ്പിസോഡ് തീരുന്നത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയുള്ള എപ്പിസോഡിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആയതുകൊണ്ട് ഇതിൽ കുറേയധികം തെറ്റുകൾ കാണും. അതെല്ലാം ഒന്ന് ക്ഷമിക്കുക. I'll be better day by day. Thank you.